ചേട്ടാ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചേട്ടനോട് പറഞ്ഞു 1 മാസം കൊണ്ട് പണികൾ ഞാൻ തീർക്കുന്നു. എന്നിട്ട് 1 മാസം ആവാനായാലും ഇതാകുമ്പോൾ പണി തീരാനുമായി. ഇന്നക്കാലം 1 മാസം അങ്ങോട്ട് ഇന്ന് അർദ്ധരാത്രിയോട് പണി തീരും. പിന്നെ പാലുകാച്ചിനെ ഞങ്ങളെല്ലാം വിളിക്കണം. ഞങ്ങൾ പണിയെടുത്ത ഒരു പേരക്കാരെ ഞങ്ങൾ പാലുകാച്ചിനെ വിളിച്ചിട്ടില്ല. നിങ്ങളെങ്കിലും ഒന്ന് വിളിക്കണം. എടാ ഞാൻ മുതലാളിനെ ഒന്ന് ഊക്കിയിട്ട് വരാം. മുതലാളി വൈറ്റ് വാഷിന്റെ കളർ എന്താ? നിന്റെ അച്ഛൻ രഘു ഇല്ലേ, അയാളോട് പോയി ചോദിക്കണം വൈറ്റ് വാഷിന്റെ കളർ എന്താന്നുള്ളത്. അല്ല ഈ ഹാളൊന്നും അടിച്ചില്ല, ആങ്കടിച്ച് റൂം മാത്രമേ ഉള്ളൂ. ഇന്നൊക്കെ ഞാൻ 1 മാസമാണ് പറഞ്ഞത്. ഇന്ന് അർദ്ധരാത്രിയോടെ തീർക്കാന്ന് പറഞ്ഞു. ഇന്ന് അർദ്ധരാത്രിയോടൊക്കെ തീർക്കണം. എവിടെ ബൈക്കായിരുന്നു? ഞാൻ ചായ എടുക്കാൻ പോയതാ മുതലാളി. 10 മണിക്ക് ചായയും കടി, ഉച്ചക്ക് 12 മണിക്ക് ചോറ്, വൈകുന്നേരം 4 മണിക്ക് ചായ കൂടി, 5 മണിയാകുമ്പോൾ പോകും. ഇതിൽ എവിടെയാടാ പെയിന്റ് അടിക്കുന്നത്? മുതലാളി എനിക്കൊരു ഡൗട്ടുണ്ട്. പണിയായി ബന്ധപ്പെട്ട ഡൗട്ടാണെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ചോദിക്കണ്ട. അല്ല മുതലാളി, നമ്മളെല്ലാ വീടും കോൺട്രാക്ട് എടുത്തിട്ട് നമ്മൾ പെയിന്റ് അടിച്ചെടുക്കും. എന്നിട്ട് എന്താ അവർ പാലുകാച്ചിന് നമ്മളെ വിളിക്കാത്തത്? വർക്ക് കണ്ടിട്ടേക്കുമ്പോൾ അവർ വിളിക്കാത്തത്. അതിന് മുതലാളി നമ്മൾ നല്ലതിലാണ് വർക്കൊക്കെ ചെയ്യുന്നത്. പിന്നെ നല്ല വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. 1 മാസം കൊണ്ട് കൊടുക്കാനുള്ള വീടൊക്കെ 2 മാസം 3 മാസമൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അവരെന്താ ചെയ്യാം? മുതലാളി പെയിന്റ് കഴിഞ്ഞു. പെയിന്റ് തീർന്നിക്കേ? മിഞ്ഞാന്നല്ലോട് പെയിന്റോടെ ഇറക്കിയത്. പെയിന്റൊക്കെ ഇത്രയും തോന്നുന്നു. നീ എന്താ പെയിന്റ് കുടിക്കുക? വീടിന്റെ ആൾക്കാരോടും കൂടി പെയിന്റ് ഇറക്കി തരാൻ പറയും മുതലാളി. അതോടെ നിന്റെ വീട് പണി എന്തായി? പെയിന്റ് അടി കഴിഞ്ഞു. പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞു. അതെങ്ങനെ? ഇവിടെയുള്ള പെയിന്റ് ഞാൻ ഇതിന്റെ വീട്ടിൽ കൊണ്ടേ അടിച്ചു. എന്ത് വീടിന്റെ പെയിന്റ് അടി ഫുള്ള് തീർക്കണം. പെയിന്റ് അടിച്ച് ഫുള്ള് തീർത്തിരിക്കണം. എന്നിട്ട് നാളെ രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പിന്നെ അല്ലെങ്കിൽ എല്ലാത്തിനും പെയിന്റിൽ ഞാൻ തലയിട്ട് മുക്കി എല്ലാത്തിൻ്റെ അടുത്ത് ഞാൻ അടിച്ചു. നിങ്ങൾ എന്നോട് കനിവ് കാട്ടണം. നാളെ രാവിലെ അവർ ഇനി വരുമ്പോൾ അവരെയും കൊണ്ട് എനിക്ക് അടി വാങ്ങി തരരുത്. ശരി മുതലാളി, നാളെ രാവിലെ അവർ വരുമ്പോഴേക്കും മുതലാളി കടി വാങ്ങി തന്നിരിക്കും ഞങ്ങള്.